ഇന്ന് മലപ്പുറം ജില്ലയിലെ മങ്കടയിലെത്തി നിൽക്കുകയാണ്. ഒട്ടേറെ പ്രത്യേകതകളുള്ള മണ്ഡലമാണ് മങ്കട. തീർച്ചയായിട്ടും മങ്കടയുടെ ചരിത്രം, മങ്കടയുടെ വോട്ടിംഗ് പാറ്റേൺ, മങ്കടയുടെ കണക്ക്, മങ്കടയുടെ പ്രവണതകൾ ഒക്കെ ABC വിശകലനം ചെയ്യും. പെട്ടെന്നാകട്ടെ. മങ്കട മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, മങ്കട ചരിത്രത്തിൽ എന്നും മുസ്ലിം ലീഗിൻ്റെ കൂടെ വന്നൊരു മണ്ഡലമാണ്. പക്ഷേ മലപ്പുറം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ലീഗിന് കിട്ടുന്ന ഈ ലാൻഡ് സ്ലൈഡ് മെജോറിറ്റി ഒന്നും ഉണ്ടാവാറില്ല. കഷ്ടിച്ച് ജയിച്ചു പോകുന്ന മണ്ഡലമാണ്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സമുന്നതരായ നേതാവ് CH മുഹമ്മദ് കോയ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. ഒരു പക്ഷേ അദ്ദേഹമാണ് ആ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് CHന് കിട്ടിയ ഭൂരിപക്ഷമാണ് ഇന്ന് വരെയുള്ള ഏറ്റവും വലിയ റെക്കോർഡ്. 4,00,000 ഭൂരിപക്ഷം, 24,000 അല്ലേ, 24,517 വോട്ടിന് 1967 CH മുഹമ്മദ് കോയ നേടിയതാണ് ആ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. പിന്നെ ഏതാണ്ട് അതിന് അടുത്തൊരു എത്തിയ ഒരു ഭൂരിപക്ഷം TA അഹമ്മദ് കബീറിന് 2011 തെരഞ്ഞെടുപ്പിൽ കിട്ടുകയുണ്ടായി. അത് 23,593 എപ്പോഴും മുസ്ലിം ലീഗിൻ്റെ കൂടെ നിന്ന മണ്ഡലമാണ്. എന്നാൽ ചരിത്രത്തിൽ ചിലപ്പോൾ അപൂർവമായി കണക്കുകൾ തെറ്റും. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെയൊക്കെ കണക്ക് തെറ്റിച്ച ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാലോളി മുഹമ്മദ് കുട്ടി എന്നാണ്. പാലോളി മുഹമ്മദ് കുട്ടി മങ്കടയിൽ വന്ന് മത്സരിച്ചപ്പോൾ മങ്കട ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഒന്ന് കഷ്ടിച്ചാണെങ്കിലും ഇതേ പാലോളി അടുത്ത തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിലേക്ക് മാറി നിന്നപ്പോൾ പെരിന്തൽമണ്ണയും പാലോളി ജയിച്ചു. അത് പാലോളിയാണ്. ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇന്നും മൊത്തം രാഷ്ട്രീയ പാർട്ടികൾ എടുത്താൽ പകരം വെക്കാൻ ഒരാളില്ലാത്ത വിധം സംശുദ്ധമായ ഒരു കർമ്മ മാതൃകയായി നിലകൊള്ളുന്നുണ്ട് പാലോളി മുഹമ്മദ് കുട്ടി. അതിൻ്റെ ഒരു അംഗീകാരം കൂടി കിട്ടിയ മണ്ഡലമാണ് മങ്കട. വേറൊരു പ്രത്യേകത കൂടി മങ്കടക്കുണ്ട്. അത് ചരിത്രം സൂക്ഷ്മമായിട്ട് അറിയുന്നവർക്കേ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. മലപ്പുറം ജില്ല വേണം എന്നാദ്യമായി ഒരാൾ കേരള നിയമസഭയിൽ പറയുന്നത് മങ്കടയിൽ നിന്ന് അന്ന് ജയിച്ചു പോയ P. അബ്ദുൽ മജീദ് എന്ന MLA ആണ്. അദ്ദേഹം മങ്കടക്കാരനല്ല. അത്ഭുതകരമായൊരു കാര്യം, അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. ആലങ്കോട് അബ്ദുൽ മജീദ്, അവിടെ ആലങ്കോട് ഉണ്ടല്ലോ, അവിടെ നിന്ന് വന്ന് മഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വന്ന ഒരു വക്കീലാണ്. മുസ്ലിം ലീഗുകാരനായതുകൊണ്ട് അവർ സീറ്റ് കൊടുത്തു. അന്ന് 1967 നിയമസഭയിൽ മങ്കടയിൽ നിന്ന് ജയിച്ച P. അബ്ദുൽ മജീദ് ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹമാണ് കേരള നിയമസഭയിൽ ആദ്യമായി മലപ്പുറം കേന്ദ്രീകരിച്ച് ഒരു ജില്ല വേണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം കൊണ്ടുവരും. സപ്തമുന്നണി ഭരിക്കുന്ന കാലത്ത് അതുകൂടി മങ്കടയുടെ പ്രത്യേകതയാണ്. പാലോളിക്ക് ശേഷം മങ്കടയുടെ രാഷ്ട്രീയ സ്വഭാവം മാറ്റിക്കുറിച്ചത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സമീപകാല രാഷ്ട്രീയത്തിലെ മലപ്പുറത്തെ ഏറ്റവും വലിയ ഒരു പ്രതിഭാസമായിരുന്നു. അത് മഞ്ഞളാംകുഴി അലിയാണ്. മഞ്ഞളാംകുഴി അലി ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട്, അദ്ദേഹം അതുവരെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സിനിമാ നിർമ്മാതാവും ബിസിനസ്സുകാരനും ഒക്കെയായി നിന്ന ഒരാളാണ്. അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് നിന്ന തെരഞ്ഞെടുപ്പിലാണ് മങ്കട ദീർഘകാലം KPA മജീദ്, മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവ് KPA മജീദ് 5 തവണ MLA ആയിരുന്ന മങ്കട KPA മജീദ്, മങ്കട സമം KPA മജീദ് എന്ന ആളുകൾ പഠിച്ചു വെച്ച കാലത്ത് KPA മജീദിൽ നിന്ന് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത് 2001 മഞ്ഞളാംകുഴി അലിയാണ്. പിന്നെ അദ്ദേഹം 2006 അവിടുന്ന് MLA ആയി. പിന്നെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സംഭവ വികാസം നമുക്കറിയാവുന്നതുപോലെ മഞ്ഞളാംകുഴി അലി 2006 തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പിന്നെ അവിടെ മത്സരിക്കുന്നത് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണെന്ന്. മഞ്ഞളാംകുഴി അലി ഇടതുപക്ഷത്തു നിന്ന് പോരുകയും മുസ്ലിം ലീഗിൽ ചേരുകയും 5-ാം മന്ത്രി വിവാദം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ആണ് പിന്നീടുണ്ടായ കോലാഹലം. ഇതാണ് മങ്കടയുടെ പ്രത്യേകത. മങ്കടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ മങ്കടയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മങ്കടയുടെ ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഇപ്പോൾ 2019 24 കേരളത്തിൽ നിന്ന് 19 ഒരു സീറ്റ് മാത്രമാണ് LDFന് ലഭിച്ചത്. മറ്റത് 24 വരുമ്പോഴത്തേക്ക് 2 തൃശ്ശൂർ കൂടി കിട്ടുമ്പോൾ ഒന്നവിടെ പോയി, ഒന്ന് ചിലക്കര പോയി. ബാക്കിയുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ UDFനായിരുന്നു മേൽക്കോയ്മ. മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിലെ, ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലമാണ് മങ്കട. ആ മങ്കടയിൽ ലഭിച്ച വിവിധ മുന്നണികളിൽ ലഭിച്ച വോട്ടും അതിൻ്റെ പെർസെൻറ്റേജും ഇങ്ങനെയാണ്. 2019 UDFന് 57% വോട്ടുകളാണ് ലഭിച്ചത്. അതായത് 85,193 വോട്ടുകൾ ലഭിച്ചിരുന്നു. അതേസമയത്ത് LDFന് തൊട്ട് 33.4 ആണ് ലഭിച്ചത്. 49,928 വോട്ടുകൾ. NDAക്ക് പിന്നെ 6.8% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 10,160 ഇത് 2019 കണക്കാണ്. അത് 24 വരുമ്പോൾ 57 നിന്ന് UDFന് 59.2 വർദ്ധിച്ചു. 92,383 വോട്ടുകൾ ലഭിച്ചു. LDFന് 32. LDF നേരത്തെ ലഭിച്ചിരുന്ന 33.4 ആയിരുന്നുവെങ്കിൽ ഇവിടെ വീണ്ടും കുറയുന്നു, 32.9 ആവുന്നു. ഭൂരിപക്ഷത്തിൽ അവിടെ കൂടുതലും വരുന്നുണ്ട്. NDAക്ക് ലേശം ഒന്ന് 6.8 തന്നെയാണ് NDAക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ അവസ്ഥ കണക്ക്.
യെസ്, തീർച്ചയായിട്ടും. ഇനി നമ്മൾ നോക്കേണ്ട നിയമസഭാ കണക്കാണ്. നിയമസഭാ കണക്കിന് മുമ്പായിട്ട് മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മങ്കട മണ്ഡലത്തെക്കുറിച്ച് സാറിന് പറയാനുള്ള കമൻസ് പറയാം. മങ്കട മണ്ഡലത്തെ കുറിച്ച് പറയുന്നതുകൊണ്ട് സാംസ്കാരിക ഭൂമിയിൽ അത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മൾ മങ്കടയെ പറ്റി പലരുടെ പേര് പറഞ്ഞിട്ട് അവരുടെ പേരിനോടൊപ്പം ഒരിക്കലും മങ്കട ചേർത്തിട്ടില്ല. പക്ഷെ മങ്കടയോടൊപ്പം പേര് ചേർത്തിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് മങ്കട രവിവർമ്മയാണ്, അറിയപ്പെടുന്ന ആൾ. അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ്റെ ക്യാമറാമാനായിട്ട് ഖ്യാതി നേടിയ, ദേശീയ പ്രാധാന്യം നേടിയ, അല്ലേ, ദേശീയമായിട്ട് തന്നെ പ്രാധാന്യം നേടിയ മങ്കട രവിവർമ്മ എന്ന് പറയുമ്പോഴാണ് മങ്കടയുടെ പേര് തീർച്ചയായിട്ടും അതിനോട് കൂട്ടിച്ചേർക്കണം. ഇനി നമുക്ക് പെട്ടെന്നൊരു ക്യുക്ക് ആ കൂട്ടത്തിൽ ഓർത്ത് പറയണ്ട. അപ്പൊ മങ്കട എന്ന പേര് കേട്ടാൽ നമുക്ക് മങ്കട രവിവർമ്മ ഓർമ്മ വരും, ഓർക്കുകയും വേണം, അല്ലാത്തൊരു മലയാളിയല്ല. അതേസമയത്ത് മങ്കട എന്ന പേരില്ലെങ്കിലും ആ മണ്ഡലത്തിൽ തത്തുല്യമായി പ്രാധാന്യമുള്ള കുറെ പേരുണ്ട്. അതിലൊന്ന് ഞരളത്ത് രാമപൊതുവാളാണ്. സോപാന സംഗീതത്തിന്റെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആചാര്യനായിരുന്ന ഞരളത്ത് രാമപൊതുവാൾ ഈ മണ്ഡലത്തിൽ പത്മശ്രീ ലഭിച്ച. അതെ അതെ, അതാണ് വേറൊന്നും. അത്ര തന്നെ ഓർക്കേണ്ട ഒരു പേരാണ് നന്ദനാരുടെ പേര്. പട്ടാള കഥകളുടെ, ഉണ്ണിക്കുട്ടന്മാരുടെ കഥകളുടെ, കുട്ടികളുടെയും പട്ടാളക്കാരുടെയും കഥകൾ എഴുതിയിട്ട് മലയാളത്തെ വിസ്മയിപ്പിച്ച പട്ടിണിയുടെ കഥകൾ, പട്ടിണിയുടെ കഥകൾ എഴുതിയെന്ന് മാത്രമല്ല, ആത്മഹത്യ ചെയ്ത മലയാളത്തിലെ അപൂർവം കഥാകൃത്തുക്കളിൽ ഒരാളുമാണ്. അതുകൊണ്ട് നമ്മുടെ മങ്കട എന്ന് ഓർക്കുമ്പോൾ, സാറ് മങ്കട രവിവർമ്മയെ ഓർക്കുമ്പോൾ കൂടെ ഓർക്കേണ്ട ചില പേരുകളാണ്. ഞരളത്തിന്റെ പേര്, നന്ദനാരുടെ പേര്. സാർ തുടർന്നോളൂ. നമുക്കിനി പെട്ടെന്ന് നമുക്ക് അവിടുത്തെ കിട്ടിയ ഭൂരിപക്ഷങ്ങളൊന്ന് താരതമ്യം ചെയ്യും. IMS മന്ത്രിസഭയുടെ കാലം 1957 മുതൽ ഉള്ള ഭൂരിപക്ഷങ്ങളിലെ വ്യത്യാസങ്ങൾ നമുക്ക് ഒരു ചെറിയ ഒരു പഠനവിധേയമാക്കാം. നമ്മൾ കാണുന്നത് 1957 KV മുഹമ്മദ് മുസ്ലിം ലീഗാണ് 3516 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെങ്കിൽ തൊട്ടടുത്ത് 3 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു P. അബ്ദുൾ മജീദ്, അത് മുസ്ലിം ലീഗ് തന്നെ. അതാണ് ഞാൻ പറഞ്ഞു, ആലങ്കോട്ടുകാരന്, അത് തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹമാണ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി വാദിച്ച ആൾ. 1977 കൊരമ്പയിൽ അഹമ്മദ് ഖാജി അവിടെ 7390 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധേയമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിച്ചിട്ടുണ്ട്. KPA മജീദ് ആ മണ്ഡലത്തിൽ അഞ്ച് തവണ മത്സരിച്ചിട്ടുണ്ട്. അതിൽ 1996 അദ്ദേഹം നേടിയ ഭൂരിപക്ഷം കേവലം 1054 മാത്രമായിരുന്നു. അതിനു മുമ്പ് കിട്ടിയ എല്ലാ ഭൂരിപക്ഷങ്ങളെക്കാളും. അതോടുകൂടി മജീദിന് ആ മണ്ഡലത്തിലുള്ള അതിർത്തി ജനങ്ങൾക്ക് ബോധ്യമായി. ആ സമയത്താണ് ഇടതുപക്ഷത്തേക്ക് ഒരു രാഷ്ട്രീയമായ ഒരു കാൽവെപ്പുകളോട് കൂടിയിട്ട് മഞ്ഞളാംകുഴി അലി വന്നത്. അങ്ങനെ നമ്മൾ ആ ചരിത്രം പരിശോധിച്ച് കുറഞ്ഞു പറയാം, നേരിയതായിട്ട് വരിക ഭൂരിപക്ഷം. അത് കഴിഞ്ഞാണ് മഞ്ഞളാംകുഴിയെ വെച്ചിട്ട് CPM പരീക്ഷിക്കുന്ന CPM അത് പിടിച്ചെടുക്കുകയും ചെയ്തു. അത് എത്രയാണെന്ന് അറിയും, ഇതിനേക്കാൾ 3 ഇരട്ടിയോളം വോട്ടുകളാണ്, 3058 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ജയിപ്പിച്ചെടുത്ത്. തൊട്ടടുത്ത ഭൂരിപക്ഷം കൂടി 5073 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പിന്നെ TA അഹമ്മദ് കമീർ വീണ്ടും തിരിച്ചു പിടിച്ചത് അത് വമ്പിച്ച ഭൂരിപക്ഷത്തോടാണ്, അല്ലേ പക്ഷേ 23,590. അഹമ്മദ് കബീറിന്റെ പ്രത്യേകത, ആലങ്കോട് അബ്ദുൽ മജീദിന് ശേഷം പുറമേ നിന്ന് വന്ന ഒരാൾ മത്സരിക്കുകയാണ് മങ്കട. ഇദ്ദേഹം എറണാകുളത്തുകാരനാണ്. TA അഹമ്മദ് കബീർ എറണാകുളത്തുകാരനാണ്, അബ്ദുൽ മജീദ് തിരുവനന്തപുരത്തുകാരനാണ്. ആ രണ്ടുപേരുടെ പേര് മങ്കടക്ക് പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഭരതന്മാർ എന്ന് വിളിക്കാവുന്ന MLA-മാരാണ്. പിന്നെ അവസാനമായിട്ട് 2021 മഞ്ഞളാംകുഴി അലി തന്നെ അത് പിടിച്ചു. 6246 വോട്ടിൻ്റെ നല്ല ശ്രദ്ധേയമായ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ജയിച്ചത്. ഇനിയിപ്പോൾ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാം. പക്ഷേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മങ്കടയെക്കുറിച്ച് പറയുമ്പോൾ ഈ മലപ്പുറം മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് പോയ പ്രമുഖരെ കുറിച്ച് നമുക്കൊന്ന്. അപ്പോൾ ഇതിനകത്ത് പിന്നെ 57 B. പോക്കർ, പിന്നെ ക്രമമായി ഞാൻ വായിക്കുന്നില്ല, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, പിന്നെ 77, 80, 84 അങ്ങനെ 3-4 തവണ സുലൈമാൻ സേട്ടുണ്ടായിരുന്നു IUML. പിന്നെ E. അഹമ്മദ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ TK ഹംസ 2004. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കി എല്ലാം മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് മലപ്പുറത്ത് എന്നും. B. പോക്കർ സാഹിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലൊക്കെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്, തലശ്ശേരിക്കാരനായിരുന്നു. അദ്ദേഹം ജയിച്ചു പോയതിനു ശേഷം പിന്നെ തുടർച്ചയായിട്ട് ജയിക്കുന്നത് ദീർഘകാലം സുലൈമാൻ സേട്ട്, ഇബ്രാഹിം സുലൈമാൻ സേട്ടായിരുന്നു. E. അഹമ്മദ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് മത്സരിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ചിത്രം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് PK കുഞ്ഞാലിക്കുട്ടി ഒരു തവണ ജയിച്ചു, പോയതുപോലെ തിരിച്ച് നിയമസഭയിലേക്ക് പോകുന്നു. അതെ. പിന്നെ അവിടെയാണ് സമാധാനി, പിന്നെ ഒരു തവണ സമാധാനി വന്നു. ഇപ്പോൾ 24 ET മുഹമ്മദ് ബഷീറാണ് ഇപ്പോഴത്തെ MP. ഏറ്റവും ഒടുവിൽ നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ അവിടുത്തെ വോട്ടിംഗ് നില ഒന്ന് പരിശോധിക്കാവുന്നതാണ്. 2016 2021. 2016 നിന്ന് 2021 വരുമ്പോൾ മങ്കടയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം,
അവിടെ വലിയ തോതിൽ വോട്ട് പുതുതായിട്ട് ചേർത്തു. കൃത്യമായിട്ട് വോട്ടർ പട്ടിക നവീകരിക്കുന്നതിലൊക്കെ മഞ്ഞളാംകുഴി അലി അക്കാര്യത്തിൽ ഒരു എക്സ്പേർട്ടാണ്. ഞാൻ അത് നേരിട്ട് കണ്ടതാണ്. പലർക്കും ഒരു മാതൃക, പല മണ്ഡലത്തിലും മാതൃക. ഒരു വോട്ട് പോലും മിസ്സാവാതെ സൂക്ഷ്മമായിട്ട് ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ജോലി തുടങ്ങിയിട്ട് കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് ആ മണ്ഡലത്തിൽ അന്ന് അദ്ദേഹം മത്സരിക്കുന്ന കൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അന്ന് 23,000 വോട്ട് പുതുതായിട്ട് ചേർക്കാൻ പറ്റി. പോളിംഗിലും വർധനവ് വന്നു. 2016 നേടിയതിനേക്കാളും 3% വോട്ടും അധികം നേടിയത്. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, മഞ്ഞളാംകുഴി അലി അവിടുത്തുകാരനാണ്, നാട്ടുകാരനാണ്, അതിൻ്റെ ഒരു ഗുണമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ വോട്ടുകളും ഉണ്ടാവും. എന്തായാലും ഈ TA അഹമ്മദ് കബീറാണ് 2016 ജയിച്ചത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വെറും 1508 ആയിരുന്നു. സാർ നേരത്തെ പറഞ്ഞ പോലെ 1508 ആയിരുന്നു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ മഞ്ഞളാംകുഴി അലി അവിടെ ജയിക്കുന്നത് 6246 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. അതാണ് അവിടുത്തെ ഒരു ലീഡിൻ്റെ സ്ഥിതി. 2 തവണയും CPM-ൻ്റെ യുവ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് TK റഷീദ് അലി ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. CPM-ൻ്റെ വോട്ടിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല. ആകെ വന്ന വ്യത്യാസം എന്ന് വെച്ചാൽ 2016 67,657 വോട്ട് കിട്ടിയത് 2021 അത് 76,985, 9,000 വോട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് വോട്ടർമാരുടെ വർധനവ് 23,000 23,000 വോട്ടർമാരുടെ വർധനവ് ഉണ്ടായ സ്വാഭാവികമായ വർധനവ് മാത്രമാണ് ഇടതുപക്ഷത്തിന് അവിടെ ഉണ്ടായത്. പക്ഷേ മുസ്ലിം ലീഗ് അവരുടെ ഒരു വോട്ടിംഗ് നില അല്ലെങ്കിൽ വോട്ടിംഗ് ഷെയർ നിലനിർത്തുന്നുണ്ട്. അത്ഭുതകരമായ 2 കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കമ്പയർ ചെയ്യുമ്പോൾ, ഒന്ന് സ്ഥിരതയുള്ള വോട്ടിംഗ് ശതമാനമാണ്. പോളിംഗ് ശതമാനം 2 തെരഞ്ഞെടുപ്പിലും 77.2 പോയിന്റ് പോലും മാറ്റം വരുന്നില്ല. 2016-ലും 2021-ലും പോളിംഗ് ശതമാനം 77.2. വേറെ ഒരു അത്ഭുതകരമായ കാര്യം കൂടിയുണ്ട്. ആ മണ്ഡലത്തിൽ BJP നേടിയ വോട്ട് 1 പോലും വ്യത്യാസം വന്നിട്ടില്ല എന്നാണ്. 2016 മങ്കട മണ്ഡലത്തിൽ നിന്ന് മങ്കട ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ വല്ല തെറ്റും പറ്റിയിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ 2016 മങ്കടയിലെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച B രതീഷിന് കിട്ടിയത് 6,641 വോട്ടാണ്. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ BJP ഒട്ടും നില മെച്ചപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥിയായി സജേഷ് എളയിൽ എന്നയാൾ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് 6,641. ഒരു വോട്ടിന്റെ പോലും വ്യത്യാസം വന്നിട്ടില്ല. ഇതാണ് മങ്കട മണ്ഡലത്തിന്റെ ഒരു ഇലക്ഷൻ. ഞാനൊരു കാര്യം സംശയമാണ്. അതായത് നമുക്ക് പോൾ ചെയ്യപ്പെട്ട വോട്ടും അവിടെ ശരിക്കുള്ള ഒരു ഇലക്ടറേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഗണനീയമായ ഒരു വ്യത്യാസം നമ്മളിവിടെ കാണുന്നുണ്ട്. അതായത് 2,14,930 വോട്ടുകളാണ് അവിടെ ഇലക്ടറേറ്റിലുള്ളത്. പക്ഷെ പോൾ ചെയ്യപ്പെട്ടത് 1,68,268 മാത്രമാണ്. ഇതെന്താ അവിടെ നിന്നുള്ള ആൾക്കാർ കൂടുതലും ഈ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ആണോ, അതോ ഇനിയും അല്ല സാറേ, മോശമല്ലാത്ത പോളിംഗ് ആണ്. 77.2%. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടിയ പോളിംഗ് ഉണ്ടാകുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. പക്ഷെ അവിടെ പോലും സാറ് ചോദിച്ച ഈ ചോദ്യം പ്രസക്തമാണ്. ഒന്ന്, വിദേശത്ത് ധാരാളം പേരുണ്ട്. പിന്നെ പലരും ഇപ്പം ഇൻ കേസ് മറ്റു വിദേശ രാജ്യങ്ങളിലല്ലെങ്കിൽ പോലും മങ്കടക്കാർ ധാരാളമായിട്ട് പുറം സംസ്ഥാനങ്ങളിലൊക്കെ. ഞാൻ പറയാൻ കാര്യം, പ്രത്യേകിച്ചും മഞ്ഞളാംകുഴി ആയിരുന്നു നല്ല ഹോംവർക്ക് ചെയ്തൊരു മണ്ഡലം. അതൊക്കെയാണ്. അപ്പൊ മാക്സിമം അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തി കാണും. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പലപ്പോഴും സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ വരാറുണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട്. കാരണം വിദേശത്തും അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ തന്നെ ധാരാളം പേരുണ്ട്. പിന്നെ അറിയാലോ, ഇപ്പൊ KMCC-ക്കാർ, അങ്ങനെ മുസ്ലിം ലീഗിന്റെ സാംസ്കാരിക സംഘടനകൾ, അവർക്ക് വേണ്ടി വണ്ടി വരാറുണ്ട്. എങ്ങനെയൊക്കെ വന്നിട്ടും സാറ് പറഞ്ഞ വ്യത്യാസം നിലനിൽക്കുന്നു എന്നുള്ളത് ശരിയാണ്. ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. എന്തായിരുന്നു 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ? ഏറ്റവും ഒടുവിലായി നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ 1,00,000-ലധികം വോട്ടുകളാണ് UDF അനുകൂലമായി മങ്കട നിയമസഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. അത് 70,390 വോട്ടുകളാണ് തൊട്ട് പിന്നിലായി എത്തിയ LDF നേടാൻ കഴിഞ്ഞത്. മറ്റേത് വളരെ താഴെയാണ്. ഏതാണ്ട് 5,000-ൽ പരം വോട്ടുകൾ മാത്രമാണ് മങ്കടയിൽ NDAക്ക് ലഭിച്ചത്. ചുരുക്കത്തിൽ UDF വലിയ മുൻതൂക്കം. NDA വോട്ടുകൾ വല്ലാതെ കുറഞ്ഞു. ഇടതുപക്ഷത്തിന് കൂടുകയും ചെയ്തു. ഇടതുപക്ഷത്തിന്റെ എത്രയാണ്? 70,300. അതും കുറഞ്ഞു. ഇടതുപക്ഷത്തിന് 76,000 ഉണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് ലോക്സഭയിലേക്ക് 70,000 കുറഞ്ഞു. ലീഗിന് എത്രയാണ് കൂടിയിട്ടുള്ളത്? ലീഗിന് 1,02,266 വോട്ടുകളാണ് അവരുടെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു മുന്നേറ്റം അവരുടെ ഭാഗത്ത് കാണുന്നുണ്ട്. എങ്കിലും സ്വാഭാവികമായി ഇത് ഒരുപക്ഷെ കുറച്ച് വോട്ടുകൾ കൂടുതൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടിയും വലിയ വ്യത്യാസങ്ങളൊന്നും വരാനില്ല. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.